പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നോ ബെഞ്ച് നാളെ ഈ ഹർജി പരിഗണിക്കുന്നതായിരിക്കും. റോബർട്ട് വാദ്രയുടെ വിവാദ പ്രസ്താവന ഇതായിരുന്നു: രാജ്യത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭജനം രൂപപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഒരു സന്ദേശമാണ് ഈ പഹൽഗാം ഭീകരാക്രമണം എന്നുമായിരുന്നു റോബർട്ട് വാദ്ര പറഞ്ഞിരുന്നത്. വാദ്രയുടെ ഈ പ്രതികരണത്തെ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെക്കുറിച്ച് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നോ ബെഞ്ച് നാളെ വാദ്രയ്ക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഹർജി പരിഗണിക്കുന്നതായിരുന്നു. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ സൂര്യകാന്തും NK സിംഗും അടങ്ങുന്ന ബെഞ്ചാണ് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുന്നത്. കശ്മീർ സ്വദേശികളായ മുഹമ്മദ് ജുനൈദ്, ഫതേഷ് കുമാർ സാഹു, വിക്കി കുമാർ എന്നിവരാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെയും ജമ്മു കാശ്മീർ സർക്കാരിനെയും എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഈ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകുവാനാണ് സാധ്യത.